യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആഹാ മൈച്ചി ഏട്ടാ വാ മൈച്ചി സേതേട്ടാ വാ 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 ഇരിക്ക്. ഭാവനെ ഏട്ടാ ഇരിക്കെ. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പറയാനാ മായേ, ആരുടെയോ കൃപ കൊണ്ട് ഇങ്ങനെ പോകുന്നു. സൂര്യല്ലേ മോളെ? ഇല്ല സേതോട്ടാ, പുറത്തേക്ക് പോയിരിക്കാം. നിങ്ങളെ രണ്ടുപേരും വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ വേണം ഏട്ടാ. പിന്നെ വേണ്ടേ? മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ നീ അല്ലേ ഇതൊക്കെ മുന്നിട്ട് ചെയ്യുന്നേ, പിന്നെന്താ? ഭാവന ഇങ്ങനെയൊക്കെ പറയും മായേ, അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട. ചടങ്ങുകളെല്ലാം ചടങ്ങുകളായിട്ട് തന്നെ നടക്കട്ടെ. അല്ലെങ്കിലും വിരുന്നിന് പോയതിനു ശേഷമല്ലേ ഇവർക്ക് പുറത്തോട്ടൊക്കെ പോകാൻ പറ്റൂ. അതൊക്കെ പഴയ ആചാരമല്ലേ ആന്റി. കുടുംബത്തിലൊരാവശ്യം വന്നാൽ ആരായാലും പഴയ ആചാരങ്ങൾക്ക് മുൻതൂക്കം നൽകും. ഒന്നും വീട് വരെ പോകുന്ന കാര്യമല്ലേ ഉള്ളൂ. ഭാവനയും സൂര്യ നാളെ രാവിലെ തന്നെ വന്നാൽ നന്നായിരുന്നു. അങ്കിളും ആന്റിയും കൂടെ വന്നാൽ വളരെ സന്തോഷം. ഞങ്ങളില്ല സേതു, എന്റെ അവസ്ഥ അറിയാലോ. കഴിയുന്നതും യാത്രകളെല്ലാം ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഭാവനയും സൂര്യയും വരും, അവരാണല്ലോ ദമ്പതികള്. എന്നാ പിന്നെ ആന്റി പറയുന്ന പോലെ. ആ, ഇവരോടൊപ്പം മാനസയും കൂടി വരും. മോളെ മാനസേ, നിങ്ങളിപ്പെത്തി? മോളെ, ഇവര് ഭാവനയും സൂര്യയും വിരുന്നിന് ക്ഷണിക്കാൻ വന്നതാ. ആണോ? നല്ല കാര്യം. മോളും കൂടി ഇവരോടൊപ്പം ചെല്ലണം. എന്താ ചെയ്തു? മാനസ കൂടി വരുന്നോണ്ട് കുഴപ്പമുണ്ടോ? ആന്റി, സൂര്യയും ഭാവനയും കൂടെ വിരുന്നിന് വരുന്നിടത്ത് മാനസ വെറുതെ വരുന്നത് എന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോ? അത് ശരിയാ ആന്റി, എത്രയായാലും മനസ്സ് വരുന്നത് ശരിയല്ലെന്ന് എനിക്കും തോന്നുന്നു. എന്തുകൊണ്ട് ശരിയല്ല? നിങ്ങൾക്ക് അവൾ അന്യായിരിക്കും, പക്ഷേ എനിക്ക് അവൾ അങ്ങനെയല്ല. അറിയാലോ, ഖദർ മണ്ഡപത്തിലെ കല്യാണ പെണ്ണായി ഇരുന്നിട്ടും ഭാവനയ്ക്ക് വേണ്ടി വഴിമാറി കൊടുത്തവളാ മാനസ. അതാരും മറന്നു കാണില്ലല്ലോ അല്ലേ? അതൊന്നും ഞാൻ മറന്നിട്ടില്ല ആന്റി പറഞ്ഞത്. വിരുന്നിന് പെണ്ണും ചെറുക്കനും പോകുന്നിടത്ത് എന്തിനാ ആന്റി മറ്റൊരു വ്യക്തി? ഇതെവിടെയെങ്കിലും നടക്കുന്നതാണോ? ഏട്ടാ എന്താ ഏട്ടാ ഇത്? അവളും കൂടെ വന്നോട്ടെ, അതിനിപ്പോ എന്താ? വേണ്ട ഭാവനെ, ഇവിടെ ഞാൻ സേതുവേട്ടൻ്റെ ഒപ്പം. എന്തിനാ ഒരു ഇത്തിൽ കണ്ണി പോലെ എന്നെ കൂട്ടുന്നേ? ഭാവനയും സൂര്യയും മാത്രം പോയാൽ മതി. അല്ലെങ്കിലും എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇവിടെ പലതും തീരുമാനിക്കുന്നേ. അതെ, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? ആന്റിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നേ. അത് കേട്ട് വെറുതെ ഒരു സംസാരം വേണ്ട. എന്നാ ശരി സേതു, ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിച്ചെടുത്തു. മാനസിയോട് ആലോചിക്കാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് തന്നെ തെറ്റാ. വിരുന്നിന് വരാനുള്ളത് ഭാവനയും സൂര്യ, അവര് വരും ചെയ്തു. നിങ്ങൾ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും എടുക്കാം. മൈച്ചി വാ. സേതുട്ടാ, നിങ്ങൾ സംസാരിച്ചിരിക്കും. വാ. സേതു, ഞാനൊരു കാര്യം ചോദിക്കേണ്ടിരിക്കുന്നു. അത് എങ്ങനെയുണ്ട് ഇപ്പൊ? വർക്കൊക്കെ ഉണ്ടോ? കുറവാണല്ലേ? എന്നാലും തലക്കേടില്ല, കാര്യങ്ങളൊക്കെ നടന്നുള്ള കിട്ടുന്നുണ്ട്. എല്ലാം ശരിയാകും സേതു. ഇപ്പോ നമ്മൾ നല്ല ഫുഡാണ് കൊടുക്കണമെങ്കിൽ ആളുകൾ നമ്മളെ തേടി വരും. അതാ ആളുകളുടെ ഒരു രീതി. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. മാനസ ഇനി ഈ വീട്ടിൽ നിർത്തുന്നത് അത്ര നല്ലതിനല്ല. അതിനിപ്പോ എന്താ മൈച്ചി? കുറെ നാളായിട്ട് അവൾ ഇവിടെ തന്നെയല്ലേ, പിന്നെന്താ? അതുപോലല്ലോ ഇപ്പോ. ഇന്നവള് സൂര്യയുടെ ഭാര്യ ആവാൻ വേഷം വരെ കെട്ടിയവളാ.
അത് അവളായിട്ട് വേഷം കെട്ടിയതല്ലല്ലോ മായച്ചി. ഞാനായിട്ടില്ലേ അവളെ കൊണ്ട് അങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്. എന്നിട്ട് സംഭവിച്ചതോ, വേഷം കെട്ടിച്ച ഞാൻ തന്നെ അവളെ കൊണ്ട് ആ വേഷം അഴിപ്പിച്ചു. ശരിയല്ലേ? സത്യം പറഞ്ഞ മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞ മാനസിക്ക് മോഹം കൊടുത്തിട്ട് അതിനെ തട്ടിയെറിഞ്ഞവളാ ഞാൻ. ഇനി മാനസിക്കൊരു നല്ല ജീവിതം കിട്ടിയാലേ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. നീ ഈ പറയുന്നതൊക്കെ കാര്യം തന്നെ. പക്ഷെ നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റുമോ? ഇപ്പൊ തന്നെ നാട്ടുകാരെയും ബന്ധുക്കളെ ഒന്നും അറിയിക്കാതെ നിന്റെ കല്യാണം നടത്തി എന്റെ പരാതിയേ ഉള്ളൂ. അതൊന്നും മനഃപൂർവ്വം അല്ലല്ലോ മായച്ചി. എന്റെ കല്യാണം അല്ലല്ലോ അവിടെ നടക്കാനിരുന്നത്. നമ്മുടെ ന്യായം നമുക്ക് മാത്രമേ പരസ്പരം പറയാൻ ഒക്കത്തുള്ളൂ ഭാവനെ. വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. നോക്ക്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എത്രയും വേഗം മാനസ് ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഞാനായിട്ട് ഇവിടെ ഒരു തീരുമാനം എടുക്കാറില്ല മായച്ചി. ഇക്കാര്യം ഞാനിവിടെ പറഞ്ഞ പിന്നെ എന്താണ് അവസ്ഥയെന്ന് മായച്ചിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു എന്ന് കരുതി നീ ഇനി ആരുടെയും ശത്രു ആവാനൊന്നും പോണ്ട. മാനസെ വീണ്ടും ഇവിടെ കണ്ടപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ, അതുകൊണ്ട് പറഞ്ഞതാ. അറിയാലോ, അനുഭവിക്കാനുള്ളതിന്റെ അങ്ങേയറ്റം വരെ അനുഭവിച്ചോളാം. ഇനിയും നിനക്കൊരു വീഴ്ച വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അന്നത്തെ മാനസികാവസ്ഥയിലല്ല മാനസ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. നോക്ക്, ഒരാളെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലമായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. മായച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും മാനസൊരിക്കലും അങ്ങനെ ഒരു പെണ്ണല്ലെന്നേ എപ്പോഴും ഞാൻ പറയൂ. എന്നെ അവൾക്ക് ചതിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഉരിയാടാൻ പോലും ആവാതെ ഞാൻ ഇവിടെ കഴിഞ്ഞപ്പോ അവൾക്ക് ആകാമായിരുന്നു. ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് മായച്ചി. ആ എന്നെ ഒരിക്കലും അവൾ ചതിക്കില്ല. എത്രയും വേഗം മാനസിക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാന് എന്റെയും സൂര്യയുടെയും തീരുമാനം. എന്നാലേ അവൾക്കുള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടു. എന്നാ നീ ഈ പറഞ്ഞ കാര്യം എത്രയും വേഗം ചെയ്യാൻ നോക്ക്. ശരി മായച്ചി. സൂര്യയോടും ആന്റിയോടും ഞാൻ സംസാരിക്കുന്നുണ്ട്. വരട്ടെ. നാളെ എങ്ങനെ? നീ രാവിലെ വരത്തില്ലേ? വരും. വീട്ടിൽ വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോയി വല്യമ്മ ഒന്ന് കാണാൻ. എന്തിനാ ഭാവന? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവർക്ക് അത്ര അത്യാവശ്യം തന്നെ. ഏയ്, അങ്ങനെയൊന്നും പറയില്ല മായച്ചി. ഒരാളുടെയും വീഴ്ച കാണാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ചേച്ചി വാ. മോളെ, സേതുവിന്റെ മനസ്സറിയാൻ വേണ്ടിയാ ഞാൻ നീയും കൂടി വരുമെന്ന് പറഞ്ഞത്. എന്റെ കണക്ക് കൂട്ടൽ പോലെ തന്നെ സംഭവിച്ചു. നിന്നോട് അവർക്ക് ആർക്കും സഹകരിക്കാൻ താല്പര്യമില്ല. എനിക്കത് മനസ്സിലായ ആന്റി. അല്ലെങ്കിലും സേതുവേട്ടൻ എന്നോടത്ര പോരാ. അതെനിക്കിപ്പോ കൂടുതൽ വ്യക്തമായി. എന്നെ സംശയിച്ച സ്ഥിതിക്ക് ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല ആന്റി. അതിന് നീ എന്തിനു പോണം? നീ ജീവിക്കുന്നത് സേതുവിന്റെ ചെലവിലാണോ? അല്ലല്ലോ. പോകാൻ പറ മോളെ. ഇവിടെ ആരും നല്ല പിള്ളയാകാനൊന്നും നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഈ സേതു എന്നാ നല്ലവനായത്. ഞാനായിട്ട് കൂടുതലൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. വേണ്ട ആന്റി. ഇനി എന്റെ പേരില് ആന്റി ആരുടെയും ശത്രുത സമ്പാദിക്കണ്ട. എപ്പോഴായാലും ഞാൻ പോകേണ്ടവള് തന്നെയാ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്കറിയാം നിന്നെ ഇവിടെ നിർത്തണോ അതോ പറഞ്ഞു വിടണോന്ന്. അല്ലെങ്കിലും ആ സേതുവിന് അല്പം വേർതിരിവ് കൂടുതലാ. സഹോദരി ഒരു കോടീശ്വരന്റെ ഭാര്യയായതല്ലേ, അപ്പൊ പിന്നെ അതിന്റെ അഹങ്കാരവും കാണിക്കും. മോളെ, ഇനി ഇതുപോലെ പലതും നേരിടേണ്ടി വരും. അപ്പൊ ഈ ആന്റിയോട് പറഞ്ഞാൽ മതി, ഞാൻ കൈകാര്യം ചെയ്തോളാം. കേട്ടല്ലോ? ആന്റി, ഇപ്പൊ തന്നെ ഞാൻ ആകെ പ്രശ്നത്തിലാ. ഇനിയും ഞാൻ നാട്ടിൽ നിന്നാ എന്നെ തേടി ഇവിടെ ആള് വരും. ആര്? അതൊന്നും ആന്റിയോട് പറഞ്ഞാൽ ശരിയാവില്ല ആന്റി. ഒന്നാമതേ ആന്റിക്ക് ടെൻഷൻ പാടില്ല. വെറുതെ എന്തിനാ? അങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നെ തേടി ആരും വരില്ല. അങ്ങനെ വന്നാൽ നമുക്ക് അപ്പൊ നോക്കാം. ആന്റി, ഞാനീ പറഞ്ഞ തമാശയായിട്ടല്ല. ഞാൻ പറഞ്ഞതും തമാശയായിട്ടല്ല, കാര്യമായിട്ട് തന്നെയാ. എന്താ ജയ്, മാനസമോള് വല്ലാതിരിക്കുന്നേ? സൂര്യയോടും ഭാവനയോടും ഒപ്പം മാനസമോളും കൂടി വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ സേതു മാനസയോട് വരണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ പരിഭവം ഇവക്ക്. അതൊന്നും അല്ല അങ്കിളെ, ആന്റി വെറുതെ പറയുന്ന. പിന്നെന്താ? ദുബായിലാകെ പ്രശ്നം അങ്കിൾ. പലർക്കും കാശ് കൊടുക്കാനുണ്ട്. എല്ലാവരും എന്നെയാ വിളിക്കുന്നത്.
അച്ഛനാണെങ്കിൽ ആകെ പെട്ടിരിക്കുക. ഞാനൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ദേവേട്ട, എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇവളും കൂടി ഇവിടെ വേണം. മോള് സമാധാനപ്പെട്. എന്തായാലും നീ കമ്പനിയിൽ ജോലി കയറാൻ പോവല്ലേ, അപ്പൊ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ മാറില്ലേ. അതുപോലെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എനിക്കറിയാം നീ അങ്ങനെയൊന്നും ആന്റിയെ വിട്ടു പോവില്ല. അത്യാവശ്യം സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നീ തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേ. ശരി ദേവേട്ട. മോള് വിഷമിക്കണ്ട. എന്തുണ്ടെങ്കിലും ആന്റിയോട് പറഞ്ഞാൽ മതി. നീ ഞങ്ങൾക്ക് മോള് തന്നെയാ.